Star Junior. Powered by Nirabara. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. We have our lovely judges, Vijay Chetta, Sujata Chechi, Stephen Chetta. And നമ്മുടെ Star Orchestra പുലികൾ. രജിത്, Yes. എന്താ ഭയങ്കര കോൾഡ് ഒക്കെ ഉണ്ടോ? കോൾഡ് എനിക്കൊന്നേ ഈ സെമി ഫൈനൽ പറഞ്ഞതിന് ശേഷം എനിക്കും ചെറുതായിട്ടൊരു പേടി. സെമി ഫൈനൽ എന്നുള്ളതൊരു ടെൻഷനൊക്കെ വന്നപ്പോൾ ഒരു പേടിപ്പനി ആയോ എന്നൊരു സംശയം. ആ പേടിപ്പനി നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും കൊടുക്കണ്ട. അവര് ഭയങ്കര സ്ട്രോങ് ഇല്ല, ഇപ്പൊ ആയിട്ടിരിക്കുകയാണ്. അതാണല്ലോ പ്രശ്നം. അവർക്ക് പേടിയില്ല, ഓ, നമുക്കാണ് നമുക്കാണ് ഇപ്പൊ പേടി. പേടിയും ടെൻഷനൊക്കെ. നമ്മളതൊന്നും കാണിക്കാൻ പാടില്ല. നമ്മൾ ഇല്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവരെ അതെ. ഇതാക്കണം. അവർ കാര്യം ചെയ്യാം. നമ്മുടെ നമ്മുടെ ഫസ്റ്റ് first contestant കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ഓക്കേ, സോ അഞ്ജന. അഞ്ജന. അഞ്ജനക്കുട്ടി, ചേട്ടാ, എന്താണ് തകർപ്പൻ ഡ്രസ്സൊക്കെ ആണല്ലോ. അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു അറ്റാറില് അല്ലേ? നമ്മള് കണ്ടിട്ടില്ലല്ലോ അഞ്ജനക്കുട്ടീനെ. നല്ല ഓരോരോ ഭംഗിയുണ്ട്. സെമിയിൽ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ അടിക്കണ്ട, വേഗം തുടങ്ങാം. ഏതാണ് റൗണ്ട്, ഏതാണ് പാട്ട്, വേഗം പറയോ, കേക്കട്ടെ. മൈ മ്യൂസിഷ്യൻ റൗണ്ട് ആണ്. ഓക്കെ, ആരാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാം. എന്നാലും ശരത്തായിരിക്കും. അതെ. അതാണോ ഇന്നും? അതെ, ആണ്. ശരത് സാറിന് എനിക്ക് തോന്നുന്നു ഈ പാട്ടുകൾ ഇല്ല ബാക്കി. അല്ല, ശരത്തേട്ടന്റെ പാട്ടുകളെല്ലാം പാടി കഴിഞ്ഞല്ലോ. അതെ, ഇനി വല്ലതും ബാക്കിയുണ്ടോ? ഇനി ഈ എന്താണ് കമ്പോസ് ചെയ്യണത് ചിലപ്പോ. അതെ. അഞ്ജനയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഏത് ഏത് പാട്ടാ? ഞാൻ പവിത്ര എന്ന മൂവിയിലെ ആ. ശ്രീരാഗമോ എന്ന സോങ്. ഓ, അപ്പൊ ശരത് സാറിന്റെ ഏറ്റവും എന്താ പറയാ പോപ്പുലർ അല്ലെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മാസ്റ്റർ പീസ് അല്ലേ? അപ്പൊ ആ ഒരു പാട്ട് മാത്രമേ ബാക്കി ഉണ്ടായിരുള്ളൂ. നോക്കാം, എന്തായാലും നമുക്കത് കേൾക്കാം. Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു ചേട്ടാ. Superstar Junior. ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂവാനമായി നിൻ രാഗമോ പൂവാളമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ
പറയുക വളരെയധികം ശരത് സാറിൻ്റെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. അപ്പോൾ ആദ്യം തന്നെ ശരത് സാറിന് ഒരു താങ്ക്സ്, ഈ പാട്ട് കൊണ്ടുവന്നതിന് മോൾക്കും ഒരു താങ്ക്സ്. അപ്പോൾ തുടങ്ങാം. തുടങ്ങാം. ഓക്കെ, അപ്പോൾ കവചത്തിലേക്ക് കിടക്കാം. സ്റ്റീഫൻ ചേട്ടാ. അഞ്ജന, ചേട്ടാ, ഞാൻ ശരത്തേട്ടനിപ്പം ഇങ്ങനെ വിളിക്കാൻ വേണ്ടി പോവാ. പാട്ടുകളൊക്കെ കഴിഞ്ഞു. അഞ്ജന എല്ലാ പാട്ടുകളും പാടി കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇനി ഒരു 10 പാട്ട് വേഗം കമ്പോസ് ചെയ്യും ഷോ കഴിഞ്ഞ കണ്ടു മുമ്പ്. അല്ല, അഞ്ജന അടുത്ത റൗണ്ടിൽ പോവാണെങ്കിൽ ഏത് പാട്ട് പാടും എന്നുള്ള പ്രശ്നമാണ് അല്ലേ? ശരത് സാറിന്റെ പാട്ടുകൾ കഴിഞ്ഞു. അഞ്ജന കലകി. താങ്ക് യു ചേട്ടാ. അഞ്ജനയുടെ പാട്ടിൻ്റെ എക്സിക്യൂഷനിൽ ഒരു പുതിയൊരു ഇത് വരാൻ തുടങ്ങിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് ഇവർക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഐ തിങ്ക് ഇമോഷണൽ അല്ലെങ്കിൽ ഡൈനാമിക്സിൻ്റെ ഒരു വലിയൊരു കൊട്ട വന്ന് അഞ്ജനയുടെ തലയിൽ വീണുണ്ട്. അത് നല്ലൊരു കാര്യം. ഇത്ര നാളും എനിക്ക് അതൊരു പുതിയ മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു. അഞ്ജന അതിനു വേണ്ടി വർക്ക് ചെയ്തോന്നറിയില്ല. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തത് ശരിക്കും കലക്കി, അത് പ്രാവർത്തികമായിട്ടുണ്ട് കേട്ടോ. അഞ്ജന ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, അഞ്ജന അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കരമായി കേൾവിയിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ ഓഫ് ചേഞ്ചിങ് ആസ് എ വെർസറ്റൈൽ സിംഗർ. വെർസറ്റാലിറ്റിയുടെ ഒരു പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജന. അത് ഇന്നെനിക്ക് ഈ പാട്ടിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ബാക്കി അവരും പറയും. പിന്നെ ടെക്നിക്കലി നോ വേർഡ്സ് ആസ് യൂഷ്വൽ. BGM അത് മാത്രം മതി അഞ്ജനയ്ക്ക് പ്രൂവ് ചെയ്യാൻ. ആ BGM തെറ്റില്ലാണ്ട് പാടിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സിംഗർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ BGM അങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ. സോ യു മേഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സോങ്. അപ്പോൾ ആ ചേഞ്ച് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഐ ലൈക്ക് യുവർ സിംഗിങ്. താങ്ക് യു ശരത്തേട്ട ഫോർ ബ്രിങ്ങിങ് ദ സോങ്. വി ലവ് യു. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. സ്റ്റീഫൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ ഒരു വാസ്റ്റ് ചേഞ്ച് കാണുന്നുണ്ട്. കാരണം അഞ്ജന പഠിച്ചിരുന്ന വിധമാണോ തെറ്റിയിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ശരിയായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം വളരെ ക്ലിനിക്കൽ അല്ലെങ്കിൽ സ്റ്റെറൈൽ എന്ന് പറയാം. അത് ഭയങ്കര എല്ലാ നോട്ട്സും കറക്റ്റ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഹ്യൂമൻ എലമെൻറ്റും ചേരണം. അത് തെറ്റുകൾ ഉണ്ടാവും അതിൽ. പക്ഷേ ആ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം കൂടെ അതിൻ്റെ കൂടെ ആ ക്ലിനിക്കൽ സാധനത്തിനും കൂടെ ഒട്ടിയാലേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുള്ളൂ. അപ്പോൾ അഞ്ജന ഇത്തവണ ഇതിനു മുമ്പിലത്തെ റൗണ്ടിലും ചൂസ് ചെയ്തും ഒരു എക്സ്പ്രഷൻസ് ഉള്ള പാട്ടാണ്. ഇതും നല്ലൊരു പാട്ട്. അതിൽ നിറയെ സ്ഥലങ്ങൾ കളിയാടാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോള്. അതൊക്കെ ആ കളി അവിടെ ഒരു സട്ടിൽ സാധനമുണ്ട്, ഒരു ഫീല്. അത് ശരിക്കും മനസ്സിലാക്കി പാടി. പണ്ടാണെങ്കിൽ ഇങ്ങനെ പാടില്ല, തീർച്ചയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാം. പാവ ആ കൊച്ചു കഷ്ടപ്പെട്ട് എന്താണ് എങ്ങനെയൊക്കെയോ അതൊക്കെ മനസ്സിലാക്കി മാറ്റിയതിന് അതിനും നമ്മൾ അല്ല, നമ്മള് നോണ്ടി മനസ്സിലാക്കിപ്പിച്ചില്ലേ? 6 മാസമായിട്ട് എത്ര പാടിയാലും പോരാന്ന് ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കും 3 പേര്. ഐ തിങ്ക് നമ്മള് പോരാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും പുറയില് അഞ്ജന വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എവിഡന്റ്. പിന്നെ ഗ്രൂം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ചേട്ടനും ഹാസ് ഹെൽപ്ഡ് ഇൻ ദാറ്റ്. സോ പുള്ളിക്ക് നമ്മളൊരു നല്ലൊരു അപ്ലോസ് കൊടുക്കാം. പക്ഷേ അതിനെക്കാട്ടിലും മുകളിൽ അഞ്ജനയ്ക്ക് നമുക്കൊരു നല്ലൊരു അപ്ലോസ് കൊടുക്കാം ഫോർ എ വണ്ടർഫുൾ പെർഫോമൻസ്. ശരിക്കും അതിന് ക്രെഡിറ്റ് മോൾക്ക് തരുന്നു. മോളെ ഇത് എത്ര ഹെൽപ്പ് ചെയ്യുമെന്ന് മോള് തന്നെ മനസ്സിലാക്കും. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ശരത്തേട്ടൻ്റെ പാട്ട് എടുത്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മെലഡി ആൻഡ് നല്ല ഇമോഷൻ ഒക്കെ കാണിച്ചു എന്നുള്ളതാണ്. ശരത്തേട്ടന്റെ പാട്ടിൽ തന്നെ ആ ചേഞ്ച് കൊണ്ടുവന്നു. അതെ, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് അഞ്ജന ഇപ്പോൾ പാടിയത്. സോ എനിക്ക് ഭയങ്കര അങ്ങനെ അത്രയും ഡീറ്റെയിൽഡായിട്ട് കേൾക്കാൻ അത്രയും എന്താ പറയുക ഒരു അറ്റൻഷൻ ഉണ്ടായിരുന്നു ആ സോങ്ങിൽ. ആൻഡ് അത് ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ, വെരി സട്ടിൽ. ആൻഡ് ആ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞ സുജാ ചേച്ചി പറഞ്ഞ പോലെ അതിൽ നമ്മുടെ വോയിസിൻ്റെ ത്രോ അല്ലെങ്കിൽ നമ്മൾ എത്ര ഇതായിട്ട് ആ സംഗതി പാടി എന്നുള്ളതല്ല. അതിൽ ഈവൻ ആ സ്വരം പോലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതൊക്കെ വളരെ ഈ ഭയങ്കര ഹെവി ക്ലാസിക്കൽ പാടുന്ന പോലെ അല്ല. പക്ഷെ അത് വളരെ ഇതായിട്ടാണ്. ആൻഡ് നന്നായിട്ട് യു റിയലി സാങ് വെൽ. സോ ഗുഡ്.
താങ്ക് യു ചേട്ടാ. സോ അടിപൊളി കമന്റ്സ് അല്ലേ? അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. കിടക്കാം. Okay, so we will start with വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. Okay, താങ്ക് യു so സ്റ്റീവൻ Steven ചേട്ടാ. പ്ലസ് നമ്മുടെ നമ്മുടെ സുജാ സുജാ ചേച്ചിയുടെ ചേച്ചിയുടെ മാർക്കാണ്. ചേച്ചി മാർക്ക് എഴുതി ആ ബോക്സിലേക്ക് ഇടാൻ പോകുകയാണ്. സോ അറിയാലോ അല്ലേ, സുജാ ചേച്ചിയുടെ മാർക്ക് നമ്മൾ അവസാനമേ നമ്മൾ അറിയുള്ളൂ. സർപ്രൈസ് ആയിട്ടാണ് അറിയാൻ പോകുന്നത്. ഹിഡൻ മാർക്സ്. അതാണ് നമ്മുടെ സെമി ഫൈനലിന്റെ പ്രൊസീജിയർ. സോ അതുകൊണ്ട് അതവിടെ സർപ്രൈസ് ആയി നിൽക്കട്ടെ. യെസ്, നമുക്ക് ഹോപ്പ് ചെയ്യാം നല്ലൊരു മാർക്ക് ആവട്ടെ എന്ന്. ഓക്കെ, ഫോർ ദ എഫേർട്ട് യു ഹാവ് ടേക്കൺ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Welcome back to Superstar Junior. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് സോണിക. അഞ്ജലി, ഇത് ഭയങ്കര വെറൈറ്റി എന്നുള്ള ചൈനീസ് കോസ്റ്റ്യൂം ആണോ? ചൈനീസ് കോസ്റ്റ്യൂം ഒക്കെ ശരിയാ, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം. എന്താ? ഇത് തന്നെ എനിക്കുണ്ട്. ഞാനിത് ഇവിടെ ഇറക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു, പക്ഷെ ഇനിയിപ്പോ പറ്റില്ലല്ലോ. സങ്കടം. നന്നായി, എന്തായാലും ഈ ഡ്രസ് ഇങ്ങനെ നല്ലൊരു കുട്ടിയിട്ട് കണ്ടല്ലോ. പക്ഷെ അത് ഡിഫറെന്റ് ആണ്. വേണമെങ്കിൽ നമുക്കൊരു ദിവസം ഒരേപോലെ ഇത് നേരത്തെ പറഞ്ഞു. അല്ല, ഇത് എന്താ ഈ ഡ്രസ്സിന് പറയുന്ന സംഭവം എന്താണ്? ഫ്ലോറൽ പ്രിന്റ് ഉള്ള അല്ലേ? എന്തൊരു സ്റ്റൈലാണല്ലേ. ഒരു രക്ഷയില്ല, തകർത്തു. ഇവിടെ ഉണ്ട് അതിന്റെ ആ, ബാക്കി. അതിന്റെ തന്നെ സെയിം ഈ ഇവിടുത്തെ പോർഷൻസ് ഒക്കെ എടുത്ത് ഇവിടെ വെച്ചോണ്ട് അല്ലേ? മാച്ചിങ് കിട്ടിയതാണ്. കൈ മുറിച്ചതാണോ? ആ, അതാണ് ഒരു കൈ കാണാനില്ല. ശരി. ഇവിടെ കൈ ഓ ഇപ്പുറത്തുണ്ടല്ലേ? ഓ അത് ശരി. അപ്പുറത്തുള്ള കൈയെടുത്ത് തലയിൽ ഓ, ഇപ്പുറത്തുള്ളത് സോണിക, ഇപ്പുറത്തുള്ള വെച്ച്. ഇത് ആരാ ഡിസൈൻ ചെയ്ത്? അങ്ങനെയൊന്നുമില്ല. ഇത് രജിത്തേട്ടൻ ഒരു പാന്റും കൂടെ തയ്പ്പിക്കാൻ പറയുന്നത്. അതെ, ഓ നോ, പെയിന്റ് ഇത് വേണ്ടി actually എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം, കൊള്ളാല്ലേ? അടിപൊളിയാ. വെറൈറ്റി ആയിട്ട്. ഇനിയിപ്പോ ഇവിടൊക്കെ ഇതാക്കണമെങ്കിൽ ഈ കൈ മുറിക്കുന്നു, അതെ. ഈ കൈ മുറിക്കുന്നു. ശ്ശോ, ഇത് ചൈനീസ് മോഡലൊക്കെ ആയിട്ട് ഇപ്പൊ ഏതാ റൗണ്ട്? ഇറ്റ്സ് മൈ ഹീറോയിൻ. ഇറ്റ്സ് മൈ ഹീറോയിൻ. ആരാണ് മോളെ ഹീറോയിൻ? രാധാ മാം. രാധാ മാം. രാധാ മാം. ഓ ഭാഗ്യം, ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിച്ചത് ചൈനീസ് ഹീറോയിൻ വല്ല ആവോന്നൊരു ടെൻഷനിലായിരുന്നു. അപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മുടെ തമിഴ് സോങ് തന്നെയാണ് അതെ. അല്ലേ? നമ്മുടെ തമിഴ് മെലഡീസ് കൊണ്ടുവരാറുള്ള സോണിക മെയിൻ ആളാണല്ലോ. ആ. അപ്പൊ തമിഴ് മെലഡീസ് ഏത് പാട്ടാണ്? മനു സാറും ചിത്ര മാമും കൂടി പാടിയ മീനമ്മ മീനമ്മ എന്ന് പറഞ്ഞ പാട്ട്. മീനമ്മ മീനമ്മ. ഓ, ഇളയരാജ സാറിന്റെ ഫ്രം രാജാതി രാജ അല്ലേ? ഒരു ഡുവറ്റ് സോങ് ആണ്. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്ക് പാടി തകർക്കാൻ പോവാണ്. ആണോ? അതെ. ഉറപ്പല്ല, Okay. തകർക്കും. അതിന് വേണ്ടിട്ട് ഒരു കൈ ഫ്രീ ആക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ആണോ? ആ, മൈക്ക് പിടിക്കാൻ ടെൻഷൻ ഫ്രീ ആയിട്ട് പാടാൻ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, തകർക്കും. All the താങ്ക് യു best. ചേട്ടാ. Okay. താങ്ക് യു ചേച്ചി.
എന്താണ് തകർത്തല്ലോ. നമുക്ക് എന്തായാലും ചോദിക്കാം. Yes. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. സോണിക്ക ചേട്ടാ നന്നായിട്ട് പാടി. ഓക്കെ, വെരി നൈസ് അറ്റംപ്റ്റ്. ഇതൊരു ഡ്യുവറ്റാണ്, സോ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ശ്വാസം കിട്ടാണ്ട് പോയത് അല്ലേ? യാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഐ മീൻ അല്ലാണ്ട് യു സാങ് നൈസ്ലി. ഇറ്റ്സ് എ സിമ്പിൾ സോങ്. യു ഡിഡ് യുവർ പാർട്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഡ്യുവറ്റ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. ആ പോർഷൻസ് മാറി 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 വരുന്നതുകൊണ്ട് അവിടെ ബ്രെത്ത്ലെസ് ആവാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ഞങ്ങൾ പാടിയാലും പോലും പ്രൊഫഷണൽ സിംഗേഴ്സ് ആയിട്ടുള്ളവർ പാടിയാലും പോലും അവിടെ ബ്രെത്ത്ലെസ് ആവാൻ, സോളോ ആയിട്ട് പാടിയാൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. അതർവൈസ് യു സാങ് വെൽ. ഓക്കെ, താങ്ക് യു ചേട്ടാ. സുജാ ചേച്ചി. കണ്ണാ ഫസ്റ്റ് പല്ലവി നല്ലതായിരുന്നു. സ്റ്റാർട്ടഡ് വെരി വെൽ. പക്ഷേ ചരണം തൊട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ആയിപ്പോയി അല്ലേ? അത് ഡ്രൈ ആയി വോയിസ്. അത് മാത്രമാണ് കാരണം. മൂമെൻറ്റ്സ് ചെയ്തുകൊണ്ടാണോ ഡ്രൈ ആയത്, അതോ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ, തണുപ്പ് കൊണ്ടാണോ അറിയില്ല. ഓക്കെ, അത് നമുക്ക് ചിലപ്പോൾ പറ്റുന്ന ഒരു ആ ലക്ക് ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് മാറി നിന്നുപോയി, അതാണ്. പക്ഷെ ബാക്കി പോർഷൻസ് ഒക്കെ നല്ലോണം പാടി. വിജു പറഞ്ഞ പോലെ ഡ്യുവറ്റ് ആയതുകൊണ്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ചരണങ്ങൾ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല മോളുടെ. ബട്ട് പല്ലവി വാസ് ഗുഡ്. യു കുഡ് ഹാവ് ഡൺ ബെറ്റർ. താങ്ക് യു Okay, ചേച്ചി. thank you. സ്റ്റീഫൻ ചേട്ടാ. സോണിക ചേട്ടാ ഡുവറ്റൊക്കെ എടുത്ത് ഇക്ഷ ഇഞ്ഞ ചച്ച ഞഞ്ഞ ഒക്കെ അങ്ങനെ വരയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ഓക്കെ, ഈ പറഞ്ഞ സോണികയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായ നമ്മുടെ ഡിസ്കഷൻ ആയിരുന്നു വോയിസ് ഇങ്ങനെ ഹസ്കിയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളിൽ ഇപ്പോൾ ചിത്ര ചേച്ചിയും മനോണ്ണനും എങ്ങനെ അത് വേറെ കൈൻഡ് ഓഫ് ഡെലിവർ ആയിരുന്നു പാട്ടിൽ നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇതിലെത്തുമ്പോൾ വേറൊരു ഇതായിട്ടാണ് എനിക്കും തോന്നുന്നത്. ഒരു സംതിങ് ഡിഫറെൻറ്റ്, പക്ഷേ ഇഷ്ടപ്പെട്ടു. ഒരു ഷോ എന്നുള്ള രീതിയിലും സോണികയുടെ വോയിസിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടെ വെരി ഗുഡ് ജസ്റ്റിസ്. ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയിരുന്നു ഈ പാട്ടിന് അപ്രോച്ച് ആയിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ സോണിക നല്ല അറ്റയറാണ്, യു ലുക്കിംഗ് നൈസ്. അപ്പോൾ പാട്ടിൻ്റെ ഇതും ഒന്ന് ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. ഇപ്പോൾ സെമി ഫൈനൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിയുള്ള പാട്ടുകളൊക്കെ കൊണ്ടുവന്ന്, കാരണം സോണിക്ക് പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. യു ആർ വെരി ടാലൻറ്റഡ് ആൻഡ് യു ആർ എ കേപ്പബിൾ സിംഗർ ടു ഡു ദാറ്റ്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു ചേട്ടാ. പക്ഷെ മോള് നമ്മൾ ഹെവി സോങ്സ് എന്ന് പറയുമ്പോൾ എല്ലാം സെമി ക്ലാസിക്കൽ എടുത്തുകൊണ്ട് വരണം എന്നല്ല, ഒരു പെർഫോമൻസ് പാട്ടുകളും ഉണ്ടാവണം. നമ്മളിപ്പോൾ ഒരു ഫിനാലെ ആണെങ്കിലും ഏതൊക്കെ ചാനലിൽ നടന്ന ഫിനാലെ അതിലൊരു പെർഫോമൻസ് പാട്ട് ഉണ്ടാവും. കാരണം എന്നാലേ ഒരു സിംഗറിൻ്റെ വെറൈറ്റി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാട്ട് വേണം. അങ്ങനത്തെ ഒരു ഇതിലാണ് മോൾ ഇത് ചൂസ് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവായിട്ടൊരു ഒന്നുകിൽ പാടണമായിരുന്നു, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ളൊരു പാട്ടായിരിക്കണമായിരുന്നു. ഇത് പാടിയത് മെലഡി ആയിട്ട് തന്നെ ഇരുന്നു ചെയ്തു. അങ്ങനെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ഒരു ഇത് തന്നില്ല. അതിരടി എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയില്ല അത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു കിടലൻ പെർഫോമൻസും എല്ലാം കൂടി കേപ്പബിലിറ്റി കാണിക്കാവുന്ന രീതിയിൽ നമുക്ക് വരാം അല്ലേ? അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മാർക്ക് അറിയാം. സോ യെസ്, വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. Okay, 7. So 13.5. പ്ലസ് നമ്മുടെ സുജാ ചേച്ചിയുടെ ഹൈഡി ദ മാർക്സ് അല്ലേ? നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് ആണ്. ലാസ്റ്റിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് ആ മാർക്സ് അറിയും. പറയും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. Okay then, so all the best for your next performance. ഓക്കെ. So ഇന്നത്തെ സെമി ഫൈനൽ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഋതിക. ഋതിക കുട്ടി, ഈ ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അഞ്ജലി വേറെ ശ്രദ്ധിച്ചില്ലേ, വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഫുൾ തല കുനിച്ച് വന്നു. എന്തിനറിയില്ലേ? ഇത് കണ്ടില്ലേ, ഇത് കാണിക്കാൻ വേണ്ടി. മനസ്സിലായി? അതെ അതെ, അതാണ് മനസ്സിലായി. അല്ല, ഒരു കാര്യം കണ്ടോ, മൂക്കില് ഒരു ഇറക്കുമതികളാണ്. ടാറ്റൂ ഞങ്ങൾക്ക് ഇത്രയും ദൂരം ഇരുന്ന് കണ്ടുകൂടാ. മൂക്കുത്തിയാ? മൂക്ക് കുത്തിയതാണോ പൊട്ടാണോ? അല്ല, മൂക്ക് കുത്തിയതല്ല. ഇവിടെ എന്താ പറയാ, പാട്ടും സംഭവങ്ങളും മാത്രല്ല കേട്ടാ, ഇവര് ഡ്രസ്സിലും എല്ലാത്തിലും ഭയങ്കര
ജഡ്ജസ് അങ്ങനെയല്ല ഓ പിന്നെ സോറി 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 ശിഷ്യഗണങ്ങളിലായിരിക്കും. ജഡ്ജസ് അല്ല ജഡ്ജ്. ജഡ്ജ് അതെ സോറി അപ്പൊ ആ ഇൻഫ്ലുവൻസ് കറക്റ്റായി കിട്ടിയതുകൊണ്ട് അടിപൊളി തകർത്തു. അതെ യെസ് അപ്പൊ ഈ പാട്ടിലേക്ക് കിടക്കാം. ആ അപ്പൊ ഏത് റൗണ്ടാണ്? ട്രിബ്യൂട്ട് ടു ലെജൻഡ്. ഏത് ലെജൻഡിനാണ് ട്രിബ്യൂട്ട്? ഇളയരാജ സാർ. രാജാ സാറിനാണ്. ഓക്കെ സോ രാജാ സാറിന്റെ ഏത് പാട്ടാണ്? തമ്പിക്ക് എന്തോരുന്ന മൂവിയിലെ SPB സാർ പാടിയ കാതലൻ ദീപമുണ്ട്. ഓ ഓക്കെ അടിപൊളി. ഋതികക്കുട്ടി റെഡിയാണോ അപ്പൊ? റെഡിയാ? അല്ല എനിക്കൊരു 5 മിനിറ്റ് വേണം. കാരണം ഞാൻ കോൾഡ് കാരണം എനിക്ക് ഋതിക ഒന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഋതികയുടെ പാട്ട് ഫുള്ള് കേൾക്കണം. അപ്പൊ നമുക്ക് ഇതിന് സമയം കൊടുക്കാം അല്ലേ? അല്ലേ? ബ്രേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. രജത് Yes. റെഡിയാണോ? ഞാൻ റെഡിയാണ്. എല്ലാം ഞാൻ ശരിയായില്ലേ? എല്ലാം ഇനി ഋതികയുടെ പാട്ട് കേട്ടാ മാത്രം മതി. അപ്പൊ റെഡി നമുക്ക് അല്ലേ? കേൾക്കാം. ഓക്കെ സോ ട്രിബ്യൂട്ട് ടു ലെജൻഡ് റൗണ്ടിൽ ഇളയരാജ സോങ് കാതലൻ ദീപമുണ്ട് എന്ന സോങ്ങുമായി ഞാൻ വരുന്നു. എന്താ എന്നൊരു ശ്വാസം. ഒരു പതുക്കെ പറയൂ പാവം എല്ലാവരും കേൾക്കട്ടെ. ഓക്കെ, കാതലൻ ദീപമുണ്ട് സോങ്ങുമായി ഞാൻ വരുന്നു. ഓക്കെ Okay, അപ്പോൾ all ഓൾ ദി the ബെസ്റ്റ്. best. താങ്ക് യു. காதலின் தீபம்
வாழ்க காதலின் தீபமொன்று ஏற்றினாலே என் நெஞ்சில். ഋതിക കുട്ടി അസലായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇത് ആക്ച്വലി മോള് ആരുടെ വേർഷനാണ് പാടിയത്? SPB സാറിന്റെ ആണ്. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് കമന്റ്സിലോട്ട് കിടക്കാം അല്ലേ? യെസ്. ഓക്കെ, സുജാത ചേച്ചി. ഋത്തിക എന്തോ നല്ലോണം പാടി മോള്, അസലായി പാടി. മോൾ എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്തത്? ഇഷ്ടമാണ്. ഇത് ബാലു സാർ മിക്ക ഷോസിനും പാടാറുള്ളൊരു പാട്ടാണ്. ആൻഡ് ആ ഒരു സ്ഥലം മാത്രം അവിടെ ആ ഹമ്മിങ് ഡീറ്റെയിലിംഗ് മാത്രം ഒരു പ്രാവശ്യം ആയത്തവണ അത്ര ശരിയായില്ല. ഇൻ ടോട്ടൽ ആക്ച്വലി ഇറ്റ് വാസ് വെരി നൈസ്. പക്ഷേ ഒരു അത് കിട്ടി. വാവ് മൊമെന്റ് ആണ് മിസ് ചെയ്തത്. വാവ് ആയിട്ടുള്ള ഋതികയുടെ ഈ പാട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. ഋതിക, എന്തോ നൈസ് അറ്റംപ്റ്റ്. ഓക്കെ, ആലാപ്പ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അത് മോൾക്ക് എന്താ തോന്നണേ? യു തിങ്ക് കറക്റ്റ് ആയിട്ടാണോ പാടിയത്? അത് എന്തെങ്കിലും സ്ലിപ്പായോ? ഫസ്റ്റ് ടൈം ശരിയായില്ല അല്ലേ? മോള് പാടിയത് ശരിയാ, പക്ഷെ അത് ആ ക്ലാരിറ്റി ക്ലാരിറ്റി ഐ തിങ്ക് മെയിൻലി ആ ക്ലാരിറ്റിയാണ്. ഒന്നും കൂടെ അത് ആ സ്ഥലം മാത്രം പാടും. അൻപിലേ വാഴും നെഞ്ചേ അതിന്റെ ട്യൂണിംഗ് ആണ്, അതായത് പിച്ച് ഇങ്ങനെ ഇങ്ങനെ വീണാ ഇതാണ് ക്ലാരിറ്റി വരണ്ടേ. സോ യു ജസ്റ്റ് ഹാവ് ടു കോൺസെൻട്രേറ്റ്. ആ പോർഷൻ ഒക്കെ അവിടെയാണ്, അതൊക്കെയാണ് ഹൈലൈറ്റ് ഓഫ് ദ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുമ്പോൾ ജസ്റ്റ് ഹാവ് ടു കൈൻഡ് ഓഫ് ആ പിച്ചിങ് കുറച്ചൊന്ന് ക്ലോസ് ടു, യു കാൻ ബി പെർഫെക്റ്റ്, പക്ഷെ എന്നാലും ക്ലോസ് ടു ജസ്റ്റ് ഒന്ന് റൈറ്റ് ആയിട്ട് വീണാൽ ദാറ്റ് വിൽ മേക്ക് ദാറ്റ് ഡിഫറൻസ് ഓഫ് വാവ് എന്നുള്ളത് ഈ പറഞ്ഞ. അതർവൈസ് യു ഡിഡ് ഓക്കെ, യു ഡിഡ് ഗുഡ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. സ്റ്റീവൻ ചേട്ടാ. ഋതിക കുട്ടി, വാവ് എന്ന് പറയണത് ആ ഉടുപ്പ് കണ്ടറിയാം. വാവ്, നല്ല ഉടുപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരിയായി എനിക്കും ഋതിക ഇതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള പാട്ടുകൾ കൊടുന്ന് തകർത്താടിയിട്ടുള്ള സ്റ്റേജാണ് അല്ലേ? അല്ലേ? അപ്പോൾ സെമി ഫൈനലിൽ വരുമ്പോൾ അപ്പോൾ അതിനെക്കാട്ടിലും ഇനി എന്താ ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കാം നിങ്ങളെ അല്ലേ? അപ്പോൾ പുതിയതായിട്ടൊരു ആളെ ഋതികനെ കാണുമ്പോൾ ഋതിക സൂപ്പറായിട്ട് നന്നായി ഡെലിവറി ചെയ്തു പാട്ട്. ഇതെന്താ വെച്ചാൽ ഋതിക അങ്ങനെയുള്ള പാട്ടുകൾ കൊടുന്നിട്ട് ഇങ്ങനൊരു പാട്ട് വരുമ്പോൾ പിന്നെ സ്റ്റേജ് വേറെ മാറിയില്ലേ? നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഫൈനൽ സെമി ഫൈനലിൽ നിൽക്കല്ലേ? അപ്പോൾ അതിനിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും നിങ്ങളിങ്ങനെ. പിന്നെ 2-3 സിംഗേഴ്സ് ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് വരച്ചു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ. അപ്പോൾ ഞങ്ങൾ കമ്പയർ ചെയ്യുന്നതൊക്കെ അതായിരിക്കും. ഓ അവിടെ എത്തിയോ, അതാണോ അവളുടെ മാരി ഉണ്ടോ അല്ലെങ്കിൽ ഇവൻ്റെ മാരി ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. അല്ലാത്ത പക്ഷം ഋതിക നന്നായി പാട്ട് പാടി. പിന്നെ എനിക്കും ആ ചരണത്തിൻ്റെ എൻഡിലാണ് എനിക്കും ഒരു സ്ലിപ്പ് വന്നത്. എനിക്ക് അനുപല്ലവി അപ്പോൾ അത് മാത്രമേ തോന്നിയുള്ളൂ. അല്ലാതെ പക്ഷം യു ഫെയർലി ഡിങ് ദ സോങ് വെരി വെൽ കേട്ടോ. നല്ല നല്ല മെലഡി തോന്നുന്നു. ഇറ്റ്സ് നൈസ്. ഈ പാട്ട് ഇഷ്ടമായതുകൊണ്ടാണ് വേണമെന്ന് ഗുഡ്. അപ്പോൾ നല്ല പാട്ടിനോട് എൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടെന്ന് അറിയാം ഓൾറെഡി. അപ്പോൾ ഇനി വരുമ്പോൾ ഇനി നല്ല നല്ല ഒന്ന് പ്രൂവ് ചെയ്യാം. ഈ പാട്ടിൽ എന്താ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇതിൽ മെലഡിയും ഒരു ഇത്തിരി സെൻറ്റി ഉള്ള പാട്ടാണ്. ഒരു വിരഹമുണ്ട് അല്ലേ? അങ്ങനത്തെ ഒരു പാട്ടിലാണ്, അങ്ങനത്തെ ഒരു പെയിനുള്ള പാട്ടാണ് തോന്നുന്നു. അപ്പോൾ ആ വിരഹം നിൻ്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് വിഷാദമായിട്ട് നിന്ന് പാടുമായിരുന്നു നല്ല. അപ്പോൾ അത് കുറച്ചുകൂടെ പാട്ടിൽ അത് കൊണ്ട് തെളിയിപ്പിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മോള് തിരിച്ച് ആ സംഗതി പാടിയപ്പോൾ എന്ത് രസമായിട്ടാണ് വന്നേ. നല്ലോണം പേശുന്ന കാണിക്കുന്ന വോയിസാണ്. സംഗതിയൊക്കെ എന്ത് രസമായിട്ട് ഇപ്പം പാടിയേ വിജുചേട്ടന് പാടിക്കൊടുത്ത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടിട്ട്. അത്ര ക്ലാരിറ്റി ആയിരുന്നു അത് പാടിയത്. അത് ആ ടേക്കിൽ അത് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പെർഫോമൻസിന് വിജയ് ചേട്ടാ കിട്ടുന്ന മാർക്സ്. താങ്ക് യു ചേട്ടാ. സ്റ്റീവൻ ചേട്ടാ. 7.5. 14.5.
14.5 കൂടെ നമുക്ക് സുജാത ചേച്ചിയുടെ മാർക്ക് കൂടി കാണാം. അത് എഴുതി ഞങ്ങൾ പലതരത്തിലും ക്യാമറ ഒക്കെ വെച്ച് സൂം ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ചേച്ചി എല്ലാം ഹൈഡ് ചെയ്ത മാർക്ക് കംപ്ലീറ്റ് ആ ബോക്സിനുള്ളിലേക്ക് ഈ ഫ്ലൈറ്റിന്റെ ഒക്കെ ബോക്സ് അല്ലേ ഈ സ്കാനർ, അതിലിങ്ങനെ ഇട്ടത് നോക്കണം. അതെ, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ. അല്ല, എല്ലാവരും ഒരു ഏറ്റവും കൂടുതൽ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് പെർഫോമൻസ് നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു വാവ് അതായിരിക്കണം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. Second prize sponsored by നിറപറ മലയാളത്തിന്റെ മഹാരുചി. Fourth prize sponsored by നന്ദനം സാനിറ്ററീസ്. അഞ്ജലി, അപ്പൊ നമ്മുടെ കുറെ എക്സൈറ്റിംഗ് പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെ, അപ്പൊ ഈ ടൈം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. എന്താണത്? കാരണം നമുക്ക് അവിടെ നോക്കൂ, അവിടെ ആരാണ് ഇരിക്കുന്നത് നോക്കൂ. ഇതാരത്? നമ്മുടെ ഏറ്റവും എന്താ പറയാ മോസ്റ്റ് ക്യൂട്ടസ്റ്റ് മാത്രല്ല, എന്താ പറയാ എല്ലാവരും ഇത്രയും മിസ് ചെയ്ത ഒരാളാണ്. അതെ, അയാളെ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക്. ശ്രീനന്ദു, എന്താണ് എല്ലാവരും എത്ര ഇവിടെ ഫീഡ്ബാക്സ് ജഡ്ജസിനും നമ്മൾക്കും അമൃത ടിവിക്കും ഒക്കെ ഫീഡ്ബാക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനന്ദനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. എവിടെയായിരുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളൊക്കെ മിസ് ചെയ്തോ? ജഡ്ജസിനെ മിസ് ചെയ്തോ? ആണോ? എന്തൊക്കെയാ മോൻ, എന്തെങ്കിലും പ്രോഗ്രാംസ്, പാട്ട് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ? പാട്ട് ഓണത്തിനൊക്കെ ഗാനമേള. എനിക്ക് വയ്യ. ഗസ്റ്റ് ഒക്കെ ആയിട്ട് പോവാൻ തുടങ്ങിയോ ചക്കരെ? പോയോ? ഒരു പല്ലെവിടെ? ഗാനമേളയ്ക്ക് പോയിട്ടാണോ? അല്ല, 9 വയസ്സ് പോയതാണ്. അല്ല, 9 വയസ്സിൽ പോയിരുന്നോ? അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? 9 വയസ്സായിട്ടില്ല, ആവാൻ പോകുന്നു. അതിന്റെ മുമ്പ് പല്ല് പോയി. പല്ലിന് 10 വയസ്സായി അപ്പോഴേക്ക്. ഫുൾ ഫാമിലി ഉണ്ടല്ലോ നമ്മളെ അനിയനോടെ. ഹലോ, എവിടെയായിരുന്നു? എവിടെ? എന്താ സ്പെഷ്യൽ പെർഫോമൻസ്, ഡാൻസ് ഒക്കെ ഉണ്ടോ ഇപ്രാവശ്യം? ഉണ്ടാ? അതെ, എന്താണെന്നറിയോ രഞ്ജിത്ത്, പോകുമ്പോ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോ ഒരു മാനേജർ വേണ്ടേ? ശരിയാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിന് നല്ല മാനേജർ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ എന്തായാലും ഇന്ന് സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടോ നമുക്ക്? എന്താണ് ഡാൻസ് പാട്ട്? ഏത് മേഖലയിലാണ്? മേഘം കൊട്ടട്ടം എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഡാൻസ് ആണ്. ചക്കര ഇവിടെ സുജാത ആന്റിക്കും വിജയൻ ചേട്ടനൊക്കെ ഫുൾ ട്വിറ്ററിലൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി, എന്തിനാ ഞങ്ങളൊക്കെ നിന്നെ പറഞ്ഞയച്ചെന്നും പറഞ്ഞോണ്ട് അവരടുത്തേക്ക് നീ ഒന്ന് പറഞ്ഞേക്കണേ, ഞങ്ങൾ അങ്ങനെ വേണമെന്ന് വെച്ച് പറഞ്ഞയച്ചല്ലാന്ന് നീ പറയോ? ഒരു കുഴപ്പമില്ല, ഞാൻ നല്ലോണം ഇനിയും പാടും. അതെ, ഇനിയും സൂപ്പർ സ്റ്റാറിന് ഇന്ന് എന്തായാലും നമ്മളൊരു ആഘോഷമാണ്. മോനെ, ഈ പാട്ട് സെലക്ട് ചെയ്താരാണ്? സ്കൂളാണോ? ഫ്രണ്ട്സും ടീച്ചേഴ്സ് ഒക്കെ കൂടിയാണോ സെലക്ട് ചെയ്തത്? സ്കൂളിന്റെ പേര് പറയൂ. മാക്കുട്ടം UP സ്കൂൾ പുന്നൽ, തലശ്ശേരി. തലശ്ശേരി. ഓക്കെ, അപ്പൊ തലശ്ശേരിയിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ റെഡി? അപ്പൊ അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഇതാണ് ഞാൻ പഠിക്കുന്ന പുന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ. ഇവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. ശ്രീനന്ദിന് അമൃത ചാനലിൽ അവസരം കിട്ടിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. ശ്രീനന്ദിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. ശ്രീനന്ദ് ഈ സ്കൂളിലെ നല്ലൊരു വിദ്യാർത്ഥിയാണ്, അതിലുപരി നല്ലൊരു ഗായകൻ കൂടിയാണ്. മേഘം
പൊട്ടട്ടം ആട്ടം ഉണ്ട് മിന്നൽ വെട്ടട്ടം പാട്ടും ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്. ഇതാണ് എൻ്റെ ഹെഡ് മാഷ് പ്രേമചന്ദ്രൻ സാർ. ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ആ സമയത്താണ് ശ്രീനാഥിനെ പരിചയപ്പെടുന്നത്. നല്ല വിനീതനായ കുട്ടിയാണ്.
ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. മോൻ പക്ഷെ നല്ലോണം പാടി. ലൈനിന്റെ എൻഡ് കൊണ്ട് നിർത്തണയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഭയങ്കര സുഖമായിട്ട് പാടി. പക്ഷെ യഥാർത്ഥത്തിൽ ഋതു ഇതാണ്. സ്വരമുഖരം ധൃതചലനം ആളുമീ ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ ഹൗവ്യമായ അംഗോപാംഗം സ്വരമുഖരം ധൃതചലനം Wonderfully danced. മനസ്സ് വിടരുമുഷസ് കഠിന തപസ്സ ഇരുളിലിവിടെ ഇടറവേ മനസ്സിൽ വിടരുമുഷസ് കഠിന തപസ്സ ഇരുളിലിവിടെ ഇടറവേ. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ് സോ മച്ച്. ഓ സജനാ ബരക്കാ ബഹാരായി രസ്കി പുഹാരായി അഖിയോं में. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.